സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു വളരെ ദയനീയമായൊരു കാഴ്ച കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്നറിയില്ല. ഇതിപ്പോൾ നമ്മൾ മലയാറ്റൂരിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടിലുള്ള കുറച്ച് അബാൻഡൺ ആയിട്ടുള്ള വീടുകളിലാണ്. അതായത് ഇവിടുത്തെ കോറികൾ, അതായത് ഈ വീടുകളുടെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഈ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്ത് വലിയ വലിയ കോറികളാണ്. പഴയ കാലത്ത് ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിപ്പോയ പല കോറികളുമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒന്നും പ്രവൃത്തിയിലുള്ളതല്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി ചെന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, പല വീടുകളുടെയും ഒരു അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ജീർണിച്ച സിറ്റുവേഷനിലാണ്. അതുകൊണ്ടോ, ഒരു വാർക്ക വീടാണ്. വീടില്ലാത്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു വീടൊക്കെ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട്. അപ്പോൾ ഇതുപോലത്തെ ഒരു വീട് ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം ഇവിടെ ഒരു കോറി കാരണം ഉപേക്ഷിച്ചിട്ട് പോകേണ്ട വരുന്നൊരു അവസ്ഥയെ പറ്റി ആലോചിച്ച് നോക്കി. അത്രയും പ്രശ്നങ്ങളുള്ളതുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി താമസിക്കേണ്ട അവസ്ഥ വന്നത്. ഞാൻ അവിടെ ഒരു വലിയൊരു വീട് നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ നിങ്ങൾ കണ്ടത് ചെറിയ വീടാണ്, ഒരു 2 ബെഡ്റൂം ആ ഒരു സൈസ് ഉള്ളത്. പക്ഷെ അവിടെ ഒരു വലിയ വീടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു വീട്ടിലേക്ക് മാത്രം എത്തിച്ചേരാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഭയങ്കര സൈലൻ്റ് കേട്ടോ, ആരും ഇല്ലാത്തൊരു സ്ഥലമാണ്. കണ്ടോ, അവിടെ ഒരു വീടുണ്ടോ. പിന്നെ ഈ കാണുന്ന വഴിയുടെ അറ്റത്തേക്ക് പോയാലും അവിടെയും കുറേ വീടുകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ വീടുകളെല്ലാം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ആരും ഇങ്ങോട്ട് വരാറില്ല. ഇവിടെ പ്രേതശല്യം ഉണ്ടെന്നുള്ളൊരു ചെറിയ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് ആക്ച്വലി മലയാറ്റൂർ പോയിക്കൊണ്ടിരുന്ന വഴിക്ക് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക്, അതായത് കാലടി പ്ലാന്റേഷൻ റോഡിലേക്ക് പോകുമ്പോഴാണ് ഈ കാണുന്ന സ്ഥലങ്ങളുള്ളത്, അതായത് ഈ കാണുന്ന വീടുകളുള്ളത്. ഇത് മാത്രമല്ല, നമ്മൾ ഇത് എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു റോഡുണ്ട് കണിമംഗലം. ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ ഇതിനേക്കാൾ കൂടുതൽ റോഡുകൾ ഉപേക്ഷിച്ച് പോയേക്കണേ, വീടുകളാണ് ഉപേക്ഷിച്ച് പോയേക്കണേ. അതിന് കാരണം ഇതേപോലത്തെ കോറികളാണ്. ഇപ്പോൾ ഈ ഒരു ലൈനിലാകെ ഈ ഒരു 4-5 വീട് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങടേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഈ റോഡിൻ്റെ അങ്ങടേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒത്തിരി വീടുകളുണ്ട്. ഒരു 10-20-30 വീടുകളുണ്ട്. എല്ലാം ഇതുപോലെ ഉപേക്ഷിച്ച് പോയി. ഇവിടെ അറ്റത്തൊരു സ്കൂളുണ്ട്, ഗുരുദേവൻ LP സ്കൂളോ UP സ്കൂളോ എന്തോ ആണ്. അപ്പോൾ ഈ പ്രദേശത്തെങ്ങും ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. അപ്പോൾ റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വരണ്ട. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ കാണിച്ചു തന്നു മാത്രം, ഇവരെ ഒരു അവസ്ഥ പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ വീടിൻ്റെ ഉടമസ്ഥരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ നമുക്ക്